കഥ കാത്തുവും ടോർച്ചും. കാത്തു അല്ല, കാതറിൻ എന്നാണ് അവളുടെ പേര്. എല്ലാവരും കാത്തു എന്ന് വിളിക്കും. 3 വയസ്സുള്ളപ്പോൾ അമ്മയുമൊത്ത് അമ്മ വീട്ടിൽ കുറച്ചുനാൾ നിൽക്കാൻ അവസരം ലഭിച്ചു. കളിപ്പിക്കാനും കളിക്കാനും അപ്പാപ്പനും അമ്മാമ്മയും ഉണ്ടായിരുന്നു. ഇവിടെ ഏതാനും കോഴികളും കോഴിക്കൂടും ഉണ്ടായിരുന്നു. സന്ധ്യയായാൽ അപ്പാപ്പനും കോഴികളും തമ്മിൽ ഒരു യുദ്ധം നടക്കുക പതിവായിരുന്നു. എന്തിനാണെന്നറിയണ്ടേ? വൈകുന്നേരമായാൽ കോഴികൾ കൂട്ടിൽ കയറാതെ വീടിനടുത്തുള്ള ജാതിമരത്തിന് മുകളിൽ കയറിയിരിപ്പാകും. അപ്പാപ്പൻ ഒരു വടിയെടുത്ത് ഓരോന്നിനെയും തള്ളി താഴെയിട്ട് കൂട്ടിലേക്ക് ഓടിച്ചു കയറ്റും. കോഴികൾ കൂട്ടിൽ കയറാത്തതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കാത്തു തന്നെയായിരുന്നു. കാരണം എന്താണെന്നോ? ഇരുട്ടായതിനാൽ ടോർച്ച് തെളിച്ചുകൊണ്ടാണ് കോഴിയെ നോക്കാൻ പോയിരുന്നത്. ടോർച്ച് കൈക്കലാക്കി ദൂരേക്ക് വെളിച്ചം വീശി കളിക്കാനുള്ള ഈ അവസരം അവൾ ശരിക്കും മുതലാക്കിയിരുന്നു. അപ്പാപ്പൻ മറന്നാലും ദിവസവും കോഴിയെ കൂട്ടിൽ കയറ്റുന്ന കാര്യം കാത്തു മറക്കാറില്ല. പതിവ് പോലെ ഒരു വൈകുന്നേരം കൂട്ടിൽ കയറ്റിയ കോഴികളെ പിറ്റേന്ന് രാവിലെ കണ്ടത് വളരെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. പാമ്പിന്റെ കടിയേറ്റ് എല്ലാം ചത്തിരുന്നു. അന്നത്തോടെ ടോർച്ച് കൊണ്ടുള്ള അവളുടെ ആഘോഷക്കളി അവസാനിച്ചു.